ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ട്രാൻസ്ഫർ ലേണിംഗ് ആണ്. അപ്പോൾ മെഷീൻ ലേണിങ്ങിൽ നമ്മൾ നോർമലായിട്ട് ഒരു മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വളരെ ഒരു ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഹ്യൂജ് ഡാറ്റാ സെറ്റ് വേണം, പിന്നെ ഹൈ കമ്പ്യൂട്ടേഷണൽ പവറും ഇതെല്ലാം വേണം. പക്ഷെ നമ്മൾ ട്രാൻസ്ഫർ ലേണിംഗ് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾറെഡി ട്രെയിൻ ചെയ്ത മോഡലിൻ്റെ നോളജ് വളരെ ഒരു സിമ്പിൾ ആയിട്ട് എടുത്ത് വേറൊരു ടാസ്കിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും മലയാളം അറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് തമിഴ് പഠിക്കാനും വളരെ സുഖമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നുള്ള ഗ്രാമറും അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇതെല്ലാം തമിഴിലും ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെയാണ് ട്രാൻസ്ഫർ ലേണിങ്ങും. ഒരു പ്രീ ട്രെയിൻഡ് മോഡലിൻ്റെ ഫീച്ചേഴ്സ്, പാറ്റേൺ, വെയിറ്റ് ഇതൊക്കെ പുതിയൊരു പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യാണ് സംഭവം. പിന്നെ ട്രാൻസ്ഫർ ലേണിങ്ങിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഴ്സ് ടാസ്കിൽ ട്രെയിൻ ചെയ്ത മോഡൽസ് ആൾറെഡി പഠിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ്, അതായത് എഡ്ജസ് ആവാം, ഷേപ്പ് ആവാം, ടെക്സ്ചേഴ്സ് ആവാം, ഇതെല്ലാം നമ്മൾ പുതിയൊരു ഡാറ്റാ സെറ്റിൽ റീയൂസ് ചെയ്യാം. ഇതുകൊണ്ട് സ്റ്റാർട്ടിൽ നിന്ന് നമുക്ക് ആ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് ടൈം സേവ് ചെയ്യും, റെഡ്യൂസ് കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് ആണ്, പിന്നെ ഇൻക്രീസ് ആക്യുറസി ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ചെറിയൊരു ഡാറ്റാ സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതൽ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ട്രാൻസ്ഫർ ലേണിങ്ങിൽ മെയിനായിട്ട് 2 അപ്രോച്ച് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഫ്യൂച്ചർ എക്സ്ട്രാക്ഷൻ. അതായത് പ്രീ ട്രെയിൻഡ് മോഡലിൻ്റെ ലോവർ ലെയർ ഫ്രീസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം ന്യൂ ഒരു ഡാറ്റാ സെറ്റിലേക്ക് അസൈൻ ചെയ്തെടുക്കുക. ഓക്കെ, ഫീച്ചർ എക്സ്ട്രാക്ഷനിൽ ജനറൽ ഫീച്ചേഴ്സ് ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് ന്യൂ ടാസ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് വരുന്നതാണ് ഫൈൻ ട്യൂണിങ്. അപ്പർ ലെയർ അൺലോക്ക് ചെയ്തിട്ട് പുതിയ ഡാറ്റാ സെറ്റിൽ റിട്രെയിൻ ചെയ്യാണ് ഫൈൻ ട്യൂണിങ് നടക്കുന്നത്. പിന്നെ ഫൈൻ ട്യൂണിങ്ങിൽ ചില ലെയേഴ്സ് അഡാപ്റ്റ് ചെയ്തിട്ട് സ്പെസിഫിക് ടാസ്ക് നമ്മൾ അതിനെ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ്, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് റെക്കഗ്നൈസേഷൻ, അതായത് ഗൂഗിൾ ഫോട്ടോസിൽ ഫേസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഇമേജിൽ എക്സ്റേ, പിന്നെ MRI അനാലിസിസ്, MLP ടാസ്കിൽ സെന്റിമെന്റ് അനാലിസിസ്, പിന്നെ ലാംഗ്വേജ് ട്രാൻസിഷൻ, സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ഇതെല്ലാം വളരെ കോമൺ ആണ് ഇതിന്റെ എക്സാമ്പിൾസിൽ. പിന്നെ ട്രാൻസ്ഫർ ലേണിംഗിലും കുറച്ച് ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സോഴ്സ് ഡാറ്റാ സെറ്റും ടാർഗറ്റ് ഡാറ്റാ സെറ്റും റിലേറ്റഡ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മോഡൽ എന്ത് ചെയ്യും, ഓവർഫിറ്റ് ആവും. എല്ലാ ടാസ്കിലും സൂട്ടബിൾ ആവണമെന്നില്ല. അൺറിലേറ്റഡ് ഡൊമൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നല്ലത് കിട്ടില്ല. പിന്നെ ഫൈൻ ട്യൂണിങ് നന്നായിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഇത് നല്ലപോലെ ചെയ്തിട്ട് അതിനുള്ളൊരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ വെരി ലാർജ് മോഡലാണെന്നുണ്ടെങ്കിൽ സംടൈം കമ്പ്യൂട്ടേഷണൽ പിന്നെ വെരി ലാർജ് മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് കമ്പ്യൂട്ടേഷണൽ ഹെവി ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. അതേപോലെ ട്രെയിൻ ചെയ്യാനും ആവശ്യമുണ്ട്. താങ്ക് യു.